ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാം. മാധ്യമ ലോകത്ത് നിന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത്. മലയാള മനോരമയാണ് അതിൻ്റെ ആണിക്കല്ല്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. കെ മാത്യുവിൻ്റെ 8ാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാത്യുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ വിഷന് വേണ്ടിയിട്ട്. അതിനകത്ത് മാമൻ മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ, അതായത് മാമൻ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട കെ എം ചെറിയാനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയമെന്ന്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് സർവനാശത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അതും പോട്ടെ, കെ എം മാത്യു എങ്ങനെയാണ് എഡിറ്റോറിയൽ വിഭാവനം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് ദോഷകരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഇതിനെതിരായിട്ടുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തണമെന്ന്. പുസ്തകത്തിലുള്ള വാചകങ്ങളാണല്ലോ, മാമൻ മാപ്പിള പറഞ്ഞതാണല്ലോ, കെ എം ചെറിയാനോട് പങ്കുവെച്ചതാണല്ലോ, കെ എം മാത്യു അത് സ്ഥിരീകരിച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ. ഞാൻ അതല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആണിക്കല്ലാണ് മലയാള മനോരമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നോക്കൂ, നേരത്തെ ഓമനക്കുട്ടൻ്റെ കാര്യം പറഞ്ഞു. മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ, ഒരു CPM കാരനെ കിട്ടി 20 ഉറുപ്പ്യക്കാണെങ്കിൽ 20 ഉറുപ്പ്യക്ക് എന്ന് പറയുന്ന ആ വെമ്പൽ, ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം എന്താ? വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ചൂരൽമല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി 2 വട്ടം പിരിച്ചു. 2 വട്ടം 138 ചലഞ്ച്, 139 ചലഞ്ച്. 1 ഉറുപ്പ്യ ട്രഷറിയിൽ വന്നോ? 1 ഉറുപ്പ്യ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോ? ഈ ഡിസംബറിൽ ടൗൺഷിപ്പ് വരാൻ പോവാണ് സംസ്ഥാന സർക്കാരിൻ്റെ. പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം ചോദിച്ചോ നിങ്ങൾക്ക് 138, 139 ചലഞ്ചിലൂടെ കിട്ടിയ പണം എത്ര? അത്രമാത്രം പറഞ്ഞാൽ മതി. എത്ര പണം കിട്ടിയെന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അപ്പോൾ 20 ഉറുപ്പ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടൻ്റെ കാര്യത്തിനകത്ത് ജാഗ്രത, അതേസമയം കോടികൾ പുട്ടിടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം. അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്.